കേരളത്തിലെ രണ്ട് വലിയ സാമുദായിക നേതാക്കൾ ഒന്നിച്ചിരിക്കുകയാണ്. NSSും SNDPയും, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും. പല രീതിയിൽ ഇവര് പല വിഷയങ്ങളിൽ വിയോജിച്ച് നിൽക്കുകയായിരുന്നു. ഇതില് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഈ ഐക്യത്തെ യഥാർത്ഥത്തിൽ മുറിച്ചത് അല്ലെങ്കിൽ അത് അവർക്കിടയിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കിയത് ലീഗാണ്, മുസ്ലിം ലീഗാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എങ്ങനെയാണത് ഈ NSS SNDP ഐക്യത്തിനെ തുരങ്കം വെക്കാൻ മുസ്ലിം ലീഗ് നേരത്തെ ശ്രമിച്ചത്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അഭിപ്രായ പ്രകടനം പൂർണ്ണമായിട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. NSS SNDP സഖ്യം ഇപ്പോഴൊന്നുമല്ല, മന്നത്ത് പത്മനാഭനും സാക്ഷാൽ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും കൂടെ ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ച കാലം തൊട്ടേ NSS SNDP ഐക്യം ഉണ്ടാവുകയും പിന്നീട് ഇല്ലാതാവുകയും അതിങ്ങനെ ഒരു നിരന്തരമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇടയ്ക്ക് ഇവര് ഒരുമിച്ച് കൂടും, പിന്നെ തമ്മിൽ തല്ലും, വീണ്ടും ഒരുമിച്ച് കൂടും, വീണ്ടും തമ്മിൽ തല്ലും. അത് സത്യം പറഞ്ഞാൽ അതൊരു പ്രശ്നങ്ങൾ, അതായത് ഇപ്പം യഥാർത്ഥത്തിൽ നായർ സമുദായവും ഈഴവ സമുദായവും തമ്മിൽ സംഘർഷം ഉണ്ടാകേണ്ട ഒരു വിഷയം സംവരണ വിഷയമാണ്. പക്ഷേ കൗതുകകരമായ കാര്യം എന്ന് പറഞ്ഞാൽ സംവരണത്തെ ചൊല്ലിയല്ല ഇവരൊരിക്കലും വേർപിരിയുന്നത്. കാരണം സംവരണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് NSSനും SNDPക്കും കൃത്യമായ നിലപാടുണ്ട്. അതിൽ ഈഴവർക്ക് കിട്ടുന്ന സംവരണം തുടരട്ടെ എന്നുള്ള അഭിപ്രായം NSSനും ഉണ്ട്. നായർ സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് പല രീതിയിലുള്ള സഹായങ്ങളുടെ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ SNDPയും പൂർണ്ണ പിന്തുണയാണ്. അപ്പോൾ ആ വിഷയത്തിൽ NSSനും SNDP, അതായത് ഈ സമുദായത്തെ ബാധിക്കുന്ന പ്രധാന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. വളരെ ചെറിയ പ്രശ്നങ്ങളാണ്, അതായത് നേതാക്കന്മാരുടെ ഈഗോ അല്ലെങ്കിൽ ഇവര് നടത്തുന്ന ചില പ്രസ്താവനകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ പ്രസ്താവനകൾ, ചെറിയ വിഷയങ്ങളിലാണ് ഇവരുടെ ഐക്യം തകർന്നു പോയിട്ടുള്ളത്. നിശ്ചയമായിട്ടും അതിൻ്റെ പിന്നിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൽ ലീഗ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് അതിൽ പങ്കുണ്ടായിരിക്കാം, ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗ് മാത്രമാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഒരു പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു തന്ത്രപരമായ പ്രസ്താവനയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം സത്യം അപൂർണമായിട്ട് പറയുകയായിരിക്കാം, സത്യം അദ്ദേഹത്തിന് അറിയാമെങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു വിഷയം, ഈ NSS SNDP സഖ്യത്തെ പേടിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതത്തെ ഭയക്കുന്നതിൽ കോൺഗ്രസും CPMനും ഒരുപോലെ പങ്കുണ്ട്. അതുപോലെ ആ സഖ്യം ഒരുപാട് നാൾ തുടരുന്നതിൽ ഒരുപക്ഷെ BJPക്കും അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം. കാരണം കോൺഗ്രസിനെയും, ആദ്യം ഞാൻ ഈ പ്രധാന മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെ ഞാൻ പേരെടുത്ത് പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ച് 1950കളിൽ അല്ലെ 60കളുടെ തുടക്കത്തിൽ അന്ന് ആർ ശങ്കറും പിന്നെന്താണ് മന്നത്ത് പത്മനാഭനും കൂടി ചേർന്നുണ്ടാക്കിയ ഹിന്ദു മഹാമണ്ഡലം പൊളിക്കുന്നതിൽ കോൺഗ്രസ്, അന്ന് ആ ഒരു ഐക്യ നീക്കം ഉണ്ടാകുന്നത് കോൺഗ്രസിൽ വളർന്നു വരുന്ന ക്രിസ്ത്യൻ സ്വാധീനത്തിനെതിരായിട്ടായിരുന്നു. കോൺഗ്രസിനെ സമ്പൂർണ്ണമായിട്ട് സഭകൾ നിയന്ത്രണത്തിലാക്കി എന്നുള്ള ഒരു പരാതിയിലായിരുന്നു അന്ന് അങ്ങനെ ഒരു നീക്കം നടന്നത്. ഈ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം ഈ സാമുദായിക സംഘടനകൾ ഒന്നിക്കുകയും വേർപിരിയുകയും ഒക്കെ ചെയ്യുന്ന ചരിത്രം അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മലയാളി മെമ്മോറിയൽ, തമിഴ് ബ്രാഹ്മണർക്ക് ഭരണത്തിലുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ കേരളത്തിലെ പ്രമുഖ, അതായത് നായന്മാരും ഈഴവരും ക്രിസ്ത്യാനികളും കൂടെ ചേർന്നായിരുന്നു മലയാളി മെമ്മോറിയൽ എന്ന ഒരു നീക്കം നടത്തിയത്. പിന്നീട് ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞ് ഈഴവർക്ക് ഭരണത്തിൽ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സാമൂഹിക നീക്കം നടന്നു. അതൊക്കെ ഈ 50കൾക്ക് മുമ്പ് തന്നെ നടന്നിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ഭരിച്ചിരുന്ന തിരുവിതാംകൂർ പണ്ടേ നടന്നിരുന്നു അതൊക്കെ. അപ്പൊ ഈ സാമുദായിക സംഘടനകൾ തമ്മിൽ കാര്യങ്ങൾക്ക് വേണ്ടി ഐക്യമുണ്ടാക്കുക എന്നൊരു പരിപാടി പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ NSS SNDP ഐക്യം അത് ഒരു പടിയും കൂടെ കടന്നിട്ടുള്ളതാണ്. അതായത് ഈ മന്നം ശങ്കരോട് ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയപ്പോൾ അവര് പരസ്പരം NSSന്റെ ഡയറക്ടർ ബോർഡിൽ SNDPയുടെ പ്രതിനിധികളെയും SNDPയുടെ ഡയറക്ടർ ബോർഡിൽ NSSന്റെ പ്രതിനിധികളെയും വെക്കാൻ വരെ ആലോചിച്ചു. ജാതി എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അത് വളരെ, അപ്പൊ ആ ഒരു 1950കളിൽ പോലും അങ്ങനെ ചിന്തിച്ചിരുന്നു. ഇതിന് എനിക്ക് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നോക്ക സമുദായത്തിലെ മുന്നോക്ക സമുദായമാണ് ഈഴവർ.
മുന്നോക്ക സമുദായത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നവരാണ് നായന്മാർ. അപ്പം ഒരു പടിയുടെ വ്യത്യാസമേ ഉള്ളൂ ഈ സമുദായങ്ങൾ തമ്മിൽ. സ്വാഭാവികമായിട്ടും യോജിക്കാൻ പറ്റുന്ന മേഖലകൾ ഒരുപാട് ഉണ്ടാകാം. അത് ഇപ്പോഴല്ല, പഴയ കാലം തൊട്ടേ അതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് യോജിക്കും, ഇടയ്ക്കിടയ്ക്ക് പിരിയും. അങ്ങനെയുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മുസ്ലിം ലീഗിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എൻ്റെ വിലയിരുത്തൽ ശ്രീ വെള്ളാപ്പള്ളിക്കുള്ള ഒരു പരിഭവം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഒരു പരാതി, ഈ 1970 തൊട്ട് 90 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ പിന്നോക്ക മുസ്ലിം ഐക്യം എന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ അവരുടെ ഒരു ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു ആശയമാണ്. ഈ പിന്നോക്ക മുസ്ലിം ഐക്യം എന്ന് പറയുന്നത് അതിൽ മുസ്ലിം സംഘടനകളോടൊപ്പം ചേർന്നിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയായിരിക്കണം വെള്ളാപ്പള്ളി SNDP ആ ഒരു കാലഘട്ടത്തിൽ. അന്ന് വെള്ളാപ്പള്ളി അല്ല, അന്ന് എനിക്ക് തോന്നുന്നു ഈ നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ അന്ന് SNDPയുടെ നേതാക്കന്മാരായിട്ട് അന്ന് MK രാഘവൻ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, AS പ്രതാപ് സിംഗ്, അങ്ങനെയൊക്കെയുള്ള കുറേ വ്യക്തികൾ, ഇവരുടെയൊക്കെ കാലത്താണ് ഈ നീക്കം നടക്കുന്നത്. അതിൽ നമ്മുടെ ഇപ്പോൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, ഇടുക്കി ജില്ലക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനും വിട്ടു, പണ്ട് SNDP യോഗം പ്രസിഡന്റ് ആയിരുന്നു. അവരൊക്കെ അതിൽ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരുന്നവരാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു നീക്കം കുറച്ചുകൂടെ സംഘടിത ജനവിഭാഗമാണ് മുസ്ലിം സംഘടനകൾ. അവരുമായിട്ട് വിലപേശാൻ ഒരിക്കലും SNDPക്ക് കഴിയുകയില്ല. അല്ലെങ്കിൽ അവിടെ തങ്ങളുടെ ആവശ്യം അവർ മുന്നിലെടുക്കുന്നില്ല, അവരുടെ ആവശ്യം നേടാൻ തങ്ങളെ ഉപയോഗിക്കുകയാണെന്നുള്ള ഒരു തോന്നലാവാൻ തിരിച്ചറിവാകും. അത് ശ്രീ വെള്ളാപ്പള്ളി നടേശനുണ്ടായി. പിന്നെ ഇതിന് മുമ്പിരുന്ന വെള്ളാപ്പള്ളിക്ക് മുമ്പിരുന്ന SNDP നേതാക്കന്മാരെയൊക്കെ ഈ ഞാനീ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കോ അല്ലെങ്കിൽ ജമാഅത്ത് കൗൺസിലിനോ, അന്ന് പൂക്കുഞ്ഞെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹമാണ് അതിൻ്റെ കോർഡിനേറ്ററായിട്ടൊക്കെ ആയിട്ട് ജമാഅത്ത് കൗൺസിൽ, ഇങ്ങനെയൊക്കെയുള്ള മുസ്ലിം ലീഗിനോ ഒക്കെ ഈ K ഗോപിനാഥനെയോ AS പ്രതാപ് സിംഗിനെയോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന പോലെ വെള്ളാപ്പള്ളിയെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. വെള്ളാപ്പള്ളി കുറച്ചുകൂടി ശക്തനായ നേതാവ്. വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ സ്വാധീനമുണ്ട്. അതിനൊന്നും മുമ്പ് SNDP R ശങ്കറിന് ശേഷം രാഷ്ട്രീയത്തിൽ ഇത്രയധികം സ്വാധീനമുള്ള ഒരു നേതാവ് ഉണ്ടായിട്ടില്ല ഈഴവ സമുദായത്തിൽ നിന്ന്. അപ്പം വെള്ളാപ്പള്ളിയെ കാണാൻ അങ്ങോട്ടൊരു നേതാക്കന്മാർ, ചങ്ങനാശ്ശേരിയിൽ എങ്ങനെയാണ് സുകുമാരൻ നായരെ അല്ലെങ്കിൽ അതിനു മുമ്പ് നാരായണ പണിക്കരെ, കിടങ്ങൂരിനെയൊക്കെ കാണാനായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ചെല്ലുന്നത്, ആ ഒരു മോഡലിൽ വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിലേക്ക് നേതാക്കന്മാരെ വരുത്താൻ തുടങ്ങി. മാധ്യമങ്ങളുമായിട്ട് ഏറ്റവും ബന്ധമുണ്ടായിരുന്ന നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രത്യേക വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേരളത്തിൽ മാധ്യമങ്ങളെ ഇത്ര ശക്തമായി ഉപയോഗിച്ച് മാധ്യമങ്ങളുടെ പൊട്ടൻഷ്യൽ മുഴുവൻ ഉപയോഗിക്കാൻ ശേഷിയുള്ള, തിരിച്ചറിഞ്ഞ് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചൂഷണം ചെയ്തു എന്നുള്ള, ഞാൻ തെറ്റായ അർത്ഥത്തിലല്ല പറയുന്നത്, അതിനെ ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ അദ്ദേഹം തൻ്റെ സംഘടനയുടെ ഒരു പ്രഭാവം വർദ്ധിപ്പിച്ചു. അത് മൊത്തം സമുദായങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. എനിക്കത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വയ്യ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സംഘടന എന്നുള്ള പേരിൻ്റെ പ്രഭാവം അദ്ദേഹം വർദ്ധിപ്പിച്ചു. ഇവിടെയാണ് സംഘർഷം തുടങ്ങുന്നത്. പിന്നോക്ക മുസ്ലിം ഐക്യം ഇല്ലാതായി. അദ്ദേഹം BJPയുമായിട്ട് ഉള്ള ഒരു അലയൻസിലേക്ക് പോയി. ഒരു ബിസിനസ്സുകാരനായ വെള്ളാപ്പള്ളി നടേശന് പലപ്പോഴും തൻ്റെ ബിസിനസ്സിൽ നേരിടേണ്ടി വരുന്ന ശത്രുക്കൾ നമ്പൂതിരിമാരെയൊന്നുമല്ല. ഈ പറയുന്ന സവർണ ആധിപത്യം എന്നൊക്കെ പറയുമ്പോഴും വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു പ്രായോഗിക ബിസിനസ്സുകാരൻ, ഒരു കോൺട്രാക്ടർ, ആദ്യം ഒരു അബ്കാരി കോൺട്രാക്ടർ, പിന്നീട് ഒരു റെയിൽവേ കോൺട്രാക്ടർ, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് മേഖലയിൽ പണം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് തൻ്റെ ബിസിനസ് മേഖലയിൽ എതിർപ്പ് നേരിടേണ്ടി വരുന്ന വിഭാഗങ്ങൾ ഏതാണെന്നും, അപ്പോൾ തൻ്റെ ഉൾപ്പെടെയുള്ള സമുദായങ്ങളുടെ താല്പര്യത്തിന് ആരാണ് എതിര് നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ NSS SNDP സഖ്യത്തെ പ്രത്യക്ഷത്തിൽ തകർത്തത് മുസ്ലിം ലീഗ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ CPM ഇടതുപക്ഷമാണ് കേരളത്തിൽ ഈ മുന്നോക്ക പിന്നോക്ക എന്ന് പറയുന്ന ഐക്യത്തിൻ്റെ എതിരായ ഒരു പരിപ്രേക്ഷ്യവും ആഖ്യാനങ്ങളും സൃഷ്ടിച്ചത്. ഈ ആഖ്യാനം സൃഷ്ടിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇപ്പം സവർണ വിരോധം എന്ന ഇതൊക്കെ ഒരു സങ്കല്പമാണ് എങ്കിലും ഞാൻ പറയുകയാണ്. അതായത് സവർണർ എന്ന് പറയപ്പെടുന്ന ആൾക്കാർക്കെതിരെ അതിരൂക്ഷവും ശക്തവുമായ വിമർശനം നടത്തുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കുക. അവരൊന്നും തന്നെ ചിലപ്പോൾ പ്രത്യക്ഷമായിട്ട് മുസ്ലിം ലീഗുമായിട്ട് ബന്ധമുള്ളവരൊന്നും അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചിന്തകരൊക്കെ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പം സണ്ണി കവിക്കാട്, അദ്ദേഹം എൻ്റെ ഒരു തോന്നലിൽ അദ്ദേഹം
പെന്തക്കോസ് വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യനാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ആൾക്കാരുണ്ട്. ഇവരൊന്നും തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട, ഇതൊക്കെ ഇടതുപക്ഷ ആൾക്കാരാണ്. ഇവരെല്ലാം ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ ഇടതുപക്ഷമാണ് ഇതിന്റെ ആശയ അടിത്തറ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത്. ഈ സവർണ അവർണ പരിപ്രേക്ഷ്യങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്നൊരു വ്യക്തി നായർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടിട്ട് അദ്ദേഹത്തിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായി. പോലീസ് കേസെടുക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്, തഹസീൽദാരോ എന്തോ ആയിരുന്നല്ലോ, ഓർമ്മയില്ല അത്, കാഞ്ഞങ്ങാട്ടുനിന്ന് ചോദ്യത്തിന് ഓർമ്മയുണ്ടോ? അപ്പോ ഈ വ്യക്തിക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒരു ബന്ധവുമില്ല, മുസ്ലിം ലീഗുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്. പക്ഷേ ഇത്തരം വ്യക്തികൾ പലപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമിയോ ലീഗിന്റെയോ അല്ലെങ്കിൽ അനുബന്ധ അതുപോലെ സംഘടനകളുടെ വേദികൾ അവർക്ക് ലഭിക്കുകയും അവരുടെയൊക്കെ ധാർമ്മിക പിന്തുണ ഇത്തരം വ്യക്തികൾ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയിട്ട് കേരളത്തിലെ ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു ഐക്യം, ഞാൻ ഈ സവർണ അവർണ എന്നും കൂടെ പറയുന്നില്ല, മൊത്തത്തിലുള്ള ഒരു ഹിന്ദു ഐക്യം യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഇടതുപക്ഷത്തെയാണ്. കാരണം ആ മൊത്തത്തിലുള്ള ഹിന്ദു ഐക്യം പ്രത്യക്ഷത്തിൽ BJPക്ക് ഗുണം ചെയ്യില്ലെങ്കിലും അങ്ങനെ പിന്നെ അതും നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. പ്രത്യക്ഷത്തിൽ BJPക്ക് ഇതുകൊണ്ട് വലിയ ഗുണമില്ലെങ്കിലും BJPയുടെ വളർച്ചയ്ക്ക് വേണ്ട ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കും. BJPക്ക് പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പോലും ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, സുകുമാരൻ നായർ BJP നേതാക്കന്മാരെ അടുപ്പിക്കാറില്ല, സന്യാസിമാരെ കോളേജിൽ കയറ്റാറില്ല. അത് നിങ്ങൾ ഒരുപക്ഷെ പല ആൾക്കാർക്കും തിരിച്ചറിയാൻ വയ്യാത്ത, കാവ്യ വസ്ത്രം കൊടുത്തവരെ കോളേജിൽ കയറ്റരുതെന്ന് സുകുമാരൻ നായർ ശരിക്കും ഒരു ഉത്തരവിട്ടിരുന്നു. ഇതൊന്നും പുറത്തറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഉത്തരവുണ്ടെന്ന് എന്നോട് അവിടുത്തെ അധ്യാപകർ പറഞ്ഞിട്ടുണ്ട്. അതായത് സുകുമാരൻ നായർ പേടിച്ചിരുന്നത് ഈ നായർ സമുദായം ഒരു വലിയ രീതിയിൽ തന്നെ ഈ RSSുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ, നായർ സമുദായത്തിന്റെ 50% വോട്ടുകൾ, 50-ലധികം ഒരുപക്ഷെ പിന്നെ സംഘപരിവാറിന് പോകുന്നുണ്ട്. 50% എന്ന് ഞാൻ കൃത്യമായിട്ട് പറയും, 45-50% കൃത്യമായിട്ട് പോകും. ബാക്കി വോട്ടുകളെ കോൺഗ്രസിനും CPM-നുമായിട്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും NSSന് ഒരു ഭയം വന്നു. ഈ RSS പോലുള്ള ഒരു പ്രസ്ഥാനം അതിശക്തമായാൽ NSSന്റെ നേതാക്കന്മാർക്ക് ഇന്ന് സമുദായാംഗങ്ങൾക്കിടയിൽ കിട്ടുന്ന ഒരു പരിഗണന ഇല്ലാതാകും. അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ NSS എന്ന് പറയുന്ന സുകുമാരൻ നായർക്കോ അല്ലെങ്കിൽ NSS ഭാവിയിൽ വരുന്ന NSS ജനറൽ സെക്രട്ടറിമാരെ കാണാനൊന്നും രാഷ്ട്രീയക്കാർ വരുത്തില്ല. കാരണം ഇത് RSSന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സമുദായമായിട്ട് മാറാം എന്നുള്ള സാധ്യതയുണ്ട്. അത് കാരണം അവർ ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ അതുകൊണ്ടാണ് പല RSS നേതാക്കന്മാരെ അവിടെ കയറ്റാത്തത്, BJP നേതാക്കന്മാരെ അകറ്റി നിർത്തുന്നത്. കാരണം ഈ കൂടുതൽ ഇവരുടെ അടുത്ത് ചെന്നിരുന്നാൽ ആ സമുദായത്തിന്റെ തന്നെ നിയന്ത്രണം അവർ പിടിച്ചെടുക്കുക എന്നൊരു ഭയമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കന്യാകുമാരി ജില്ലയിലെ ഏതാണ്ട് ജനസംഖ്യയുടെ ഏതാണ്ട് 8-10% വരെ നായർ സമുദായമാണ് കന്യാകുമാരി, തമിഴ്നാടിന്റെ ഭാഗമാണെങ്കിൽ. അപ്പൊ ഈ ജില്ലയിലെ NSSന് ഇപ്പൊ യാതൊരു വേരുകളുമില്ല. ഈ ജില്ലയിൽ പണ്ട് NSSന് 2 കോളേജൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ പല കാരണങ്ങളാലാണ് അത് കയ്യിൽ നിന്ന് പോയത്. പക്ഷേ അതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് NSSനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് RSS കംപ്ലീറ്റ് നായർ സമുദായം RSSലാണ്. അതുകൊണ്ടാണ് കന്യാകുമാരി ജില്ലയിലെ BJP സ്ഥാനാർത്ഥികൾ ചിലപ്പോഴൊക്കെ ജയിക്കുന്നത്. അതായത് ബാക്കി ഹിന്ദു നാടാർ സമുദായമാണ് അവിടുത്തെ ഏറ്റവും ഭൂരിപക്ഷമുള്ള സമുദായം. പിന്നെ ചെറിയ ചെറിയ രീതിയിൽ ഹിന്ദു സമുദായങ്ങളുണ്ട്. പക്ഷേ ഈ 10% നായർ വോട്ടുകൾ എന്ന് പറയുന്നത് ഒറ്റ അടിക്ക് ഇവർക്ക് ആരെ വേണമെങ്കിലും ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ആ വോട്ട് കംപ്ലീറ്റ് BJPക്ക് കിട്ടും. അപ്പോൾ ഒരു ഹിന്ദു നാടാർ സമുദായത്തിൽപ്പെട്ട ഇപ്പോൾ പൊൻ രാധാകൃഷ്ണനെയൊക്കെ പോലുള്ള ആൾക്കാർ അവിടെ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ഈ നായർ വോട്ടുകൾ അദ്ദേഹത്തിനെ ജയിപ്പിക്കും. അപ്പം ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ NSSന് പിന്നെ പ്രസക്തിയില്ല. അപ്പോൾ പലരും വിചാരിക്കുന്ന പോലല്ല, NSS യഥാർത്ഥത്തിൽ RSSനെ പേടിക്കുന്നു, BJP അകറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം സൂക്ഷ്മ തലത്തിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ, ആ സംഘപരിവാറിന്റെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ പിന്നെ NSS എന്ന സംഘടനയ്ക്ക് പ്രസക്തിയില്ല. അപ്പം ഈ മുസ്ലിം ലീഗിന്റെ തലയിൽ മാത്രം കുറ്റം വെച്ച് കെട്ടണ്ട, ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കേരളത്തിലെ ഈ ഒരു ചേരിതിരിവ്, ഹിന്ദുക്കളുടെ ഇടയിലെ ഒരു അനൈക്യം സൃഷ്ടിച്ചതിൽ പ്രധാന പങ്ക്. ചരിത്രത്തിന്റെ വിശകലനങ്ങളൊക്കെ തന്നെ ഈ രീതിയിലേക്ക് വിശകലനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ സവർണ അവർണ ഏറ്റുമുട്ടലുകളെ കുറിച്ച് ഉള്ള കഥകളും അങ്ങനെയുള്ള പ്രചരണങ്ങളും നടത്തി. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിലെ ഇത്ര വലിയ ഭീകരമായിട്ടുള്ള ഒരു ചേരിതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ
ഒരു കലാപം എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടായില്ല? ഈ നായന്മാരും ഈഴവരും തമ്മിൽ അടിയൊക്കെ തിരുവനന്തപുരം ഭാഗത്തും ഈ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആലപ്പുഴ ജില്ല വരെ അങ്ങനെ ഉണ്ടാകുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ അതൊക്കെ തന്നെ ചെറിയ സംഘർഷങ്ങളാണ്. ആരും ആയുധം പോലും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ലായിരുന്നു. ഈ കൈവച്ച് തല്ലുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. സംഘർഷങ്ങളുണ്ടായിരുന്നു. ആ സംഘർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് അതൊരു കലാപമായിട്ടോ ഒരു വർഗീയ ലഹളയായിട്ടോ ഒന്നും മാറില്ല. അപ്പൊ എന്തുകൊണ്ടാണ് മാറാതിരുന്നത്? അത്ര വലിയ ഒരു ഭിന്നത ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവർ പരസ്പരം കൊലപാതകം നടത്തുമായിരുന്നല്ലോ. അപ്പോൾ ഞാനതിൽ ഊഹിക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ചില ധാരണകൾ, മിത്തുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്, അതിലൂടെ അവർക്ക് സമൂഹത്തിൽ, കാരണം ഇടതുപക്ഷത്തിന് ഹിന്ദു വോട്ടാണ് കിട്ടേണ്ടത്. RSS ഈ ഹിന്ദു ഐക്യം എന്നൊരു സാമൂഹിക യാഥാർത്ഥ്യം ഉണ്ടായാൽ അത് RSSന് നേരിട്ട് ഗുണം ചെയ്യില്ല. പക്ഷെ RSSന്റെ ആശയങ്ങൾക്ക് വേര് പിടിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം അത് സൃഷ്ടിക്കും. ആ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞതല്ല ശരി. കേരളത്തിലെ ഹിന്ദുക്കളെ വിഭജിച്ചത്, അത്തരം നറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്തതും മുഖ്യമായിട്ടും ഇടതുപക്ഷം തന്നെയാണ്. അതിൽ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അതിൻ്റെ പ്രയോജനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരത് മുതലെടുത്തിട്ടുണ്ടാവും. നിലനിൽക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തെ അവർ മുതലെടുക്കുന്നുണ്ട്. അവർ മാത്രമല്ല, ഒരു കാലത്ത് സഭകളും ക്രിസ്ത്യൻ സഭകളും ഒക്കെ തന്നെ ഈ ഒരു കാര്യങ്ങളിൽ ഒരുപാട് പ്രയോജനം അവർ നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഇപ്പോഴത്തെ ഐക്യം ഈ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും കഴിയും എന്ന് ഞാൻ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്. സുകുമാരൻ നായർക്ക് ഒരു പക്ഷേ നാരായണ പണിക്കരെക്കാളും ഈ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഒരു ഓട്ടോക്രാറ്റിക് ലീഡർ എന്നുള്ള നിലയിൽ സമുദായത്തിന് മേളിൽ, ഈ സമുദായത്തിന് വേണ്ടി പുള്ളിക്ക് പിടിയൊന്നുമില്ല, സംഘടനയ്ക്ക് മേളിൽ പുള്ളിക്ക് ശക്തമായ പിടിയുണ്ട്. അത് കാരണം സംഘടനയിൽ വേറെ ആരും ഇതിനെതിരെ റിബൽ ചെയ്യാതിരിക്കാൻ അദ്ദേഹം വിചാരിച്ചാൽ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറയുന്ന പോലെ നായർ സമുദായത്തിന്റെ പോപ്പ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സുകുമാരൻ നായർക്ക് തൻ്റെ താഴെയുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തി നിർത്താനുള്ള അനിതര സാധാരണമായ കഴിവുണ്ട്. വെള്ളാപ്പള്ളിക്കും അത് ഒട്ടും കുറവല്ല. SNDPയിലെ എല്ലാ റിബലുകളെയും ഒതുക്കി പ്രസ്ഥാനത്തെ തൻ്റെ കൈപ്പിടിയിൽ മാത്രം നിർത്താനുള്ള കഴിവുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതെങ്ങനെ ഉരുത്തിരിയും, രാഷ്ട്രീയമായിട്ട് എന്തായിരിക്കും പ്രത്യാഘാതം എന്ന് നമുക്ക് പരിശോധിക്കാം. താങ്ക് യു.